ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് നല്ല മുത്തഖീങ്ങളും മുഹ്സിനീങ്ങളുമായി ജീവിക്കണം. എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ ദാസന്മാരായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ കുറെ ആഴ്ചകളായി സ്വർഗപ്രവേശത്തിന് സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അനിവാര്യമായി പ്രവർത്തിക്കേണ്ടെന്ന കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തു വരികയായിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ആഴ്ചയിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരിക്കൽ കൂടി അല്ലാഹുവിനോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ആവർത്തിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിലെ ഗസയിലെ സഹോദരങ്ങൾ യുദ്ധക്കെട്ടിയിൽ നിന്നും രക്ഷയും ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും സുഭിക്ഷയും സന്തോഷവും സ്വർഗപ്രവേശത്തിന് അനിവാര്യമായും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നതാണ് നാം അവസാനമായി മാതാപിതാക്കളുടെ ബന്ധവും വയോജനങ്ങളുടെ ബന്ധവും പറഞ്ഞിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അനിവാര്യമായി മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ കരുതലോടുകൂടി നാം സ്വീകരിക്കേണ്ടതുമായ ഒരു ബന്ധമാണ് അയൽപക്ക ബന്ധം. ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോഴേ സ്വർഗപ്രവേശം
പൂർണ്ണമായി നോക്കാം. ഒരിക്കൽ ഒരാൾ വന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, അദ്ദേഹം ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലി, ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച്, ഒരു അമലിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ അറിയിച്ചു. ഞാനത് പ്രവർത്തിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടണം, എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെയുള്ള ഒരു കർമ്മത്തെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തന്നാൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മറുപടി, ഒരൊറ്റ മറുപടിയാണ്, വിശ്വാസികൾ ശരിക്കും മനസ്സിലാക്കുന്ന വിഷയം. നീ നല്ലവനാവുക, നല്ല ഒരു മനുഷ്യനാവുക. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു നല്ലവനാണ്, നല്ല മനുഷ്യനാണ് എന്ന് ഞാൻ എങ്ങനെ അറിയും? കുറിച്ചൊരു മറുപടി, നിന്റെ അയൽവാസികളോട് ചോദിക്കും, നീ നല്ലവനാണോ എന്ന് നീ തീരുമാനിക്കുക. നീ അറിയണമെങ്കിൽ നിന്റെ അയൽവാസിയോട് ചോദിക്കും. അവര് പറഞ്ഞ ഇന്നൊക്കെ മനുഷ്യനും നീ നല്ലവരാണ് എന്ന് പറഞ്ഞാൽ നീ നല്ല മനുഷ്യൻ. നീ ഒരു മോശക്കാരനാണ് എന്ന് പറഞ്ഞാൽ നീ മോശക്കാരൻ. വളരെ കൃത്യമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ഒരു മഹത്തായ സന്ദേശം. നമുക്ക് സ്വർഗം ലഭിക്കാൻ നീ നല്ലവനായി മാറുക എന്നാണ്. നല്ല മനുഷ്യന്മാരാകുന്ന ഒരുപാട് മാനദണ്ഡങ്ങൾ ഭൗതികമായി നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറയുന്നത്, നീ ഒരു നല്ല മനുഷ്യനാണ് എന്ന് തീരുമാനിക്കേണ്ടത് ഒന്നാമതായി നിന്റെ അയൽക്കാരാണ്. ഒക്കെ വേണ്ടത് സ്വർഗ്ഗമാണല്ലോ. നമ്മളൊക്കെ ഏറ്റവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗ്ഗമാണ്. നാം ലക്ഷ്യം വെക്കുന്നത് സ്വർഗ്ഗപ്രവേശമാണ്. നമ്മൾ അല്ലാഹുവോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലാഹുവേ സ്വർഗ്ഗം ലഭിക്കണമെന്നാണ്. അങ്ങനെ സ്വർഗം ലഭിക്കണമെങ്കിൽ നമ്മുടെ നമസ്കാരവും നോമ്പും ഹജ്ജും സകാത്തും ദാനധർമ്മങ്ങളും തസ്ബീഹും തഹ്ലീലുകളും തക്ബീറുകളും മാത്രം പോരാ. മറിച്ച് നിന്റെ അയൽക്കാർ സർട്ടിഫൈ ചെയ്യുമാർ നീ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കണം. നീ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ബന്ധങ്ങളിൽ അയൽപക്ക ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് നിനക്ക് പറയിപ്പിക്കാൻ കഴിയണം, അന്ത മുഹ്സിനുൻ, നല്ല മനുഷ്യനാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറത്തുൻ നിസാ നമ്മോടത് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ തന്നെ. ഒന്നാമതായി അവരോട് നീ ഒന്നിനെയും പങ്കു ചേർക്കരുത്. നിന്റെ മാതാപിതാക്കന്മാരോട് നീ നല്ല രൂപത്തിൽ വർത്തിക്കണം.
നിന്റെ ബന്ധുജനങ്ങളോടും അനാഥകളോടും അഗതികളോടും തുറന്നുകൊണ്ട് അമ്മ പറഞ്ഞതാ. നിന്റെ അടുത്ത ബന്ധുക്കളായ അയൽക്കാരോടും അകന്ന അയൽക്കാരോടും നീ നല്ല രൂപത്തിൽ വർത്തിക്കണം. നിന്റെ സഹവാസികളോടും നീ നല്ല രൂപത്തിൽ പെരുമാറണം. യാത്രക്കാരായി വന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളൊക്കെ നമുക്ക് ബന്ധപ്പെടേണ്ടി വരും. അവരോടും ഐമാനുക്കും നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയവരോടും. എന്നിട്ട് അന്ന് പറയുക, ഇതൊന്നും ചെയ്യാത്തവരാരായിരിക്കുന്നറിയോ? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ള ആരെയും ഇഷ്ടപ്പെടുന്നതല്ല. അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ ഇവിടെ യാതൊരു ദുരഭിമാനവും പറ്റൂല. നമുക്ക് ജീവിതത്തിൽ ഒരു പൊങ്ങച്ചം പറ്റില്ല നമുക്ക്. എന്താ ദുരഭിമാനം എന്ന് പറയുന്നത്? ഇവിടെ നമ്മുടെ അയൽവക്ക ബന്ധങ്ങളൊക്കെ പലപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതിലും വീഴ്ച വന്നു പോകുന്നത് നമ്മുടെ ദുരഭിമാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മളൊന്ന് നമ്മോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് മനുഷ്യർ കരുതലോടെ ചേർത്ത് നിർത്തേണ്ടുന്ന ബന്ധങ്ങളെ സംബന്ധിച്ചാണ് സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അയൽപക്ക ബന്ധം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വട്ടമാണ് അടുത്ത ബന്ധുക്കൾ ആയ അയൽക്കാർ. ആ അയൽക്കാർ ആരാണ്? അതായത് അടുത്ത ബന്ധുക്കളായി നിന്റെ അയൽവക്കത്ത് ഉണ്ടെങ്കിൽ അവരോട് നിനക്ക് ഹക്താനി, രണ്ട് കടമയുണ്ട്, രണ്ട് ബാധ്യതയുണ്ട്. ഒന്ന് ഹക്കുൽ ജിവാർ, അവൻ എന്റെ അയൽക്കാരനാണ്, എന്റെ വീട്ടിന്റെ തൊട്ടപ്പുറ 40 വീട് വരെ അയൽക്കാരനായി കാണണമെന്നൊരു പരാമർശം നമുക്കുണ്ടാകും. ആ അയൽക്കാരനോട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞതെങ്കിൽ, രണ്ടാമത്തെ ഹക്കുൽ അയാളെന്റെ കുടുംബ. അതൊക്കെ വീടുകൾക്ക് പതിവും അയൽവശത്തുണ്ടാവുക കുടുംബങ്ങളാണ്. കാരണം പണ്ട് നമ്മളുടെ ഉപ്പയോ ഉപ്പാപ്പയോ ഉമ്മാമയോ ഒക്കെ ഉണ്ടാക്കിയ ഒരു പറമ്പുണ്ടാവും. ആ പറമ്പില് നമ്മള് ഒരു തറവാട് വീടുണ്ടാവും. പിന്നെ അങ്ങനെ ഓരി വെക്കുമ്പോൾ ചിലപ്പോ ഉപ്പ തന്നെ വിചാരിക്കും മക്കളൊന്നും വേറെ പോണ്ട, ഇവിടെ തന്നെ താമസിച്ചോട്ടെ. അപ്പൊ മൂത്ത മോൻ അവിടെ ഒരു വീട്, ഇളയ മോൻ ഇപ്പുറത്തെ വീട്, മറ്റേ മോൻ ഇവിടെ ഒരു വീട്, മകൾക്ക് അപ്പുറം ഒരു വീട്, അങ്ങനെയൊക്കെ ഒരുപാട് വീടുകൾ നമ്മുടെയൊക്കെ നാടുകളിലേക്കാണ്. അല്ലെങ്കിൽ എളാപ്പയുടെ വീട്, മുത്തുമ്മയുടെ വീട്, പെങ്ങളെ വീട്, ഇങ്ങനെയൊക്കെ അടുത്ത ബന്ധങ്ങളിൽപ്പെട്ട ആളുകൾ അയൽവക്കക്കാരായി വരുന്ന ഒരു സാമൂഹിക ക്രമം നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണാം. അത്തരം അയൽക്കാരാണെങ്കിൽ കരുതലോടെ ശ്രദ്ധിച്ചോളി നിങ്ങൾ. അവരോട് രണ്ട് കടമയുണ്ട് നിങ്ങൾക്ക്. ഒന്ന്, അവരെന്റെ കുടുംബക്കാരാണ്. രണ്ട്, അയൽക്കാരാണ്. നമുക്ക് അവരോട് ഈ രൂപത്തിൽ നല്ല ബന്ധത്തിലുള്ള അയൽക്കാരാണെന്ന് മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്നുണ്ടോ? ഈ ആയത്തിന്റെ വിശദീകരണത്തിന് തഫ്സീർ സാദിയിൽ നമുക്കത് കാണാം. അകന്ന അയൽക്കാർ എന്ന് പറഞ്ഞാൽ അല്ലദീ ലൈസ ലഹു ഖറാബത്തുൻ ഫയകൂനു ലഹു ഹഖ്ഖുൻ വാഹിദുൻ ഹഖ്ഖുൽ ജിവാർ. അവിടെ നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളത് കുടുംബത്തിൽപ്പെട്ട ആളല്ല, അന്യനാണ് എങ്കിൽ അയാൾക്ക് ആ അയൽപക്കം കാത്തു സൂക്ഷിക്കുക എന്ന ബാധ്യത നിങ്ങൾക്കുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പരാമർശത്തെ മനോഹരമായി വിശദീകരിച്ച് നമുക്ക് തരികയാണ്. നിങ്ങൾ
പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദുരഭിമാനികളും പൊണ്ണച്ചക്കാരുമായ വളരെ മോശക്കാരായ അള്ളാഹുവിന്റെ അനിഷ്ടം സമ്പാദിക്കുന്ന ആളുകളായി മാറിപ്പോകും. അയൽപക്കത്ത് നമ്മളെ ജ്യേഷ്ഠൻ താമസിക്കുന്നുണ്ടെങ്കിൽ, അനുജൻ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെയാകുമ്പോൾ നമുക്ക് ദുരഭിമാനം വരിക. ഓനെന്താവും ഇങ്ങോട്ട് വന്നൂടെ, ഇവനെന്താ അങ്ങോട്ട് പോയി കൂടെ എന്നൊക്കെയാണ്. ഓനെന്നോട് അങ്ങനെ ചെയ്തു, ഓന്റെ വർത്തമാനം അങ്ങനെയായി പോയി, ഓന്റെ ഓളിങ്ങനെ പറഞ്ഞില്ലേ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വർത്തമാനമാണ്. ഇസ്ലാമിന്റെ ആദർശം ജീവിതത്തിൽ അത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അതിന്റെ ആദർശത്തിൽ നേടിക്കുന്നത് അതിൽ ബന്ധങ്ങളാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഒന്നാമത് അല്ലാഹുവോടുള്ള ബന്ധം, രണ്ട് മനുഷ്യരോടുള്ള ബന്ധം. ആ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യം നാം പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഈ അയൽക്കാരുടെ ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ ദുരഭിമാനം നമ്മളെ അനുവദിക്കുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാത്രി നമസ്കാരങ്ങളും നമ്മുടെ തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെ നിഷ്ഫലമായി പോകുന്ന ഭയാനകമായ ഒരു ദിവസത്തെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മ വേണം. നമ്മൾ നോക്കുകയെന്ന് അയൽക്കാരായ ബന്ധുക്കളായ എത്ര ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ നമ്മുടെ സമീപനം എന്താ? എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ പറഞ്ഞിട്ട് അകന്നിട്ടില്ലേ? നമ്മൾ അകന്നു പോയിട്ടില്ലേ? നമ്മൾ കുടുംബബന്ധം മുറിച്ചവൻ ഞാനുമായുള്ള ബന്ധം മുറിച്ചു എന്ന് പറഞ്ഞില്ല. അള്ളാഹുമായുള്ള ബന്ധം മുറിച്ചാൽ പിന്നെ ജീവിതത്തിന് അർത്ഥാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്. നമ്മുടെ സുജൂദിനും കുമ്പിടലിനും റുകൂഇനും എന്ത് അർത്ഥമാണുള്ളത്? അള്ളാഹുമായുള്ള ബന്ധം മുറിക്കുന്നതിൽ പ്രമുഖമാണ്. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഒരാഴ്ച റഹീം, റഹ്മാൻ, ആ കുടുംബ ബന്ധത്തിൽപ്പെട്ട അയൽക്കാരോടാണ് നമ്മൾ ആദ്യം തെറ്റുന്നവരോടാ. നമ്മുടെ മക്കളെ തൊട്ടടുത്ത വീട്ടിലുണ്ടെങ്കിൽ, നമ്മുടെ അനുജൻ ജ്യേഷ്ഠൻ മൂത്താബ തൊട്ടടുത്ത വീട്ടിലുണ്ടെങ്കിൽ അവരുമായി നമ്മൾ വേഗം തെറ്റിട്ടുണ്ടാവും. ആ തെറ്റല് ഭയങ്കര രൂക്ഷമായി മാറുകയും അത് വലിയ അകൽച്ചയായി മാറുകയും എന്റെ മയ്യത്ത് പോലും നീ കാണാൻ വരരുത് എന്ന് പറയുന്ന ധിക്കാരികളായി മാറുകയും ചെയ്യുന്ന അവസ്ഥ സമൂഹത്തിൽ ധാരാളമായി കാണുന്നുണ്ട്. ഈ മരിച്ച പോലെ ഒന്ന് വരണ്ട പറയാൻ മാത്രമുള്ള ദുരഭിമാനത്തിന്റെ ഈ ചീഞ്ഞു നാറുന്ന മനസ്സുമായി ഏത് അള്ളാഹുവിലേക്കാണ് നമ്മൾ പോകുന്നത്? ഏത് ആശ്രയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്? മറന്നേക്കണം പ്രിയപ്പെട്ടവരെ, നന്നായേക്കണം എല്ലാവരുമായി. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ശക്തമായ പരാമർശവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിശക്തമായ രൂപത്തിലുള്ള സന്ദേശവുമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ സാല ജിബ്രീൽ യൂസിനി ബിൽ ജാരി ഹത്താ വലന്തു അന്നഹു സയുവരിസുഹു. എത്രമാത്രം ആഴമുണ്ട് അതിൽ നിന്നുള്ളതാണ്. അയൽപക്ക ബന്ധത്തിന്റെ ആഴമായി പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ഇങ്ങനെ വന്ന് പറയുമായിരുന്നു, എനിക്ക് വസിയത്ത് ചെയ്യുമായിരുന്നു, വഹി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വന്ന് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പോയി, ഹത്താ വലന്തു അന്നഹു സയുവരിസുഹു. അവസാനം ഈ അയൽപക്കക്കാരന് നമ്മുടെ സ്വത്തിന്റെ ഓഹരി കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ ശക്തമായ എന്നോട് പറഞ്ഞതാ. ആർക്ക് അനന്തരാവകാശം നൽകുന്നത്? നമ്മുടെ മക്കൾക്ക്, ഭാര്യക്ക്, ജ്യേഷ്ഠാന്മാർക്കൊക്കെയാണോ പോവുക? അതുപോലെ നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിന്റെ ഒരു ഓഹരി നിന്റെ അയൽക്കാരന് കൂടി കൊടുക്കണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തുന്നുണ്ടോ? ഈ അയൽപക്ക ബന്ധത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നതായ അവരുടെ അവകാശങ്ങളും തന്റെ കടമകളും എന്ന് ഞാൻ ധരിച്ചുപോയി എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ആഴമുണ്ട് ആ ബന്ധത്തിൽ. അതൊന്നും പറയുക, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ അയൽക്കാരനെ ആദരിക്കട്ടെ. അവന്റെ അയൽക്കാരനെ ആദരിക്കട്ടെ. ആദരിക്കണം, അവരുമായി ചേർന്ന് നിൽക്കണം.
അവരെ ചേർത്ത് നിർത്തണം. അതിന് നമ്മുടെ ഒരു ദുരഭിമാനവും അതിന് വികാരമായ തടസ്സമാകരുത്. നമ്മൾ വിശ്വാസികളാ, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാ, പരലോകത്തേക്ക് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോകുമെന്ന് ഉറച്ച് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിച്ച് മരിക്കേണ്ടവരാ നമ്മള്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അയൽക്കാരുമായി പിണങ്ങി നിൽക്കുന്ന ധാരാളമാണ്. ചെറിയ വിഷയം, വളരെ നിസ്സാരമായ വിഷയം അല്ലേ? നമ്മളൊക്കെ കാണുന്നതല്ലേ, നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ? ചെറിയ പ്രശ്നങ്ങൾ, നമുക്ക് അതിന്റെ പേരിൽ മാറുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നവർ, അയൽക്കാരെ പറ്റി ചീത്ത പറയുന്നവർ, അവരെ പറ്റി ഏശലി പറയുന്നവർ, പരദൂഷണം പറയുന്നവർ, കുട്ടികളുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ എന്റെ കുട്ടി ഇങ്ങോട്ട് വന്ന് പന്തറിഞ്ഞപ്പോൾ എന്റെ വീട്ടിലെ ഒരു ചെടി അങ്ങ് കൊടിഞ്ഞുപോയി. നീ കണ്ടോ എന്റെ മോനിങ് വന്നിട്ട് ചെയ്ത പണി കണ്ടോ? പിന്നെ തെറ്റായി, വർത്തമാനമായി, വാക്കായി, വക്കാളമായി, ചീത്തയായി, ഇന്നാംഗമായി, പിണക്കമായി, പിന്നെ അത് രൂക്ഷമായി, പിന്നെ അത് ഭയങ്കര കലാപത്തിലേക്ക് സംഘർഷത്തിലേക്ക് വരെ എത്തിപ്പോവുക. അത്രേഷ്കുമാറാണ്. ഒരു ചെറിയ നിഷ്കളങ്കനായ പയ്യന്റെ ഒരു ബോൾ തട്ടിയിട്ട് വന്നുപോയ നമ്മുടെ വീട്ടിലെ നിസ്സാരമായ ഒരു ചെടിക്കൊമ്പിന് വേണ്ടി പോലും അയൽപക്ക ബന്ധം മുറിച്ചു കളയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. അയൽപക്ക ബന്ധവും വഴിമുടക്കുന്നവര് നമുക്ക് ധാരാളം കാണാം. ഒരു വീട് സൗകര്യപ്പെടുത്തി കൊടുക്കാത്ത എത്ര ആൾക്കാരുണ്ട് നമ്മൾ എന്ത് നിസ്കാരക്കാരാണ്? ഒരു വീടിന് റോഡ് സൗകര്യപ്പെടുത്തി കൊടുക്കാത്ത, ഒരു വഴി സൗകര്യപ്പെടുത്തി കൊടുക്കാത്ത എന്ത് നോമ്പുകാരാ നമ്മള്? നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലേക്ക് വഴി പോകുവാൻ ഏറ്റവും ചുരുങ്ങിയത് സ്വൈരമായൊന്ന് നടന്നു പോകുവാനുള്ള ഒരു സൗകര്യമെങ്കിലും ചെയ്തു കൊടുക്കാത്ത രൂപത്തിൽ വഴിയടച്ച് നിൽക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ. അവൻ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോഴും അവൻ തസ്ബീഹ്മാല കയ്യിൽ വെച്ചിട്ട് സുബ്ഹാനല്ലാഹയുടെ ദിക്റുകൾ കൊണ്ട് അവന്റെ നാവ് അലങ്കൃതമാകുമ്പോഴും സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നമസ്കാരങ്ങളും കൊണ്ട് അവന്റെ ജീവിതം ധന്യമാകുമ്പോഴും ഒന്നെനിക്ക് ഈയൊന്ന് പോകാൻ ഒന്ന് ചെറുങ്ങനെ സൗകര്യപ്പെടുത്തി തന്നെ. ഒരു സൈക്കിളും ഒരു ഓട്ടോറിക്ഷയൊക്കെ പോകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാ. അതിന് പൈസ കൊടുത്തപ്പോൾ കൊടുക്കില്ലല്ലോ, നമ്മള് സൗകര്യം ഉണ്ടായാലും കൊടുക്കുക. ആ പൈസ തരാൻ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ തരാം. ഒന്നെനിക്കൊന്ന് സൗകര്യപ്പെടുത്തുക. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാനോ, നമ്മളെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇതിന്റെ ഭാഗം ഞാനത് നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരാം. അതിന് അത്തിരുന്ന് അത് മാത്രം എന്നോട് പറയട്ടെ. നമ്മളെ വർത്താനം അല്ലേ, സംസ്കാരത്തായപ്പോഴുള്ള മനുഷ്യന്റെ വർത്തമാനമാണത്. അത് മാത്രം ആയിക്കൊണ്ട് പറയരുത്, അക്കാര്യം പറയരുത്. ആരെങ്കിലും പോയി ഇടപെട്ടാലോ അത് പറയാൻ വരുന്നത് അല്ലേ? നാളുമില്ല, അല്ല കാത്തശിക്കുമാറാവട്ടെ. മതിൽ കെട്ടി ബന്ധിപ്പിച്ചിരിക്കുക നമ്മുടെ അയൽവക്ക ബന്ധങ്ങളെയൊക്കെ മതിൽ കെട്ടി തടുത്തിരിക്കുകയല്ലേ നമ്മൾ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങ് പോകണം അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് അങ്ങ് പോകരുത്. ആ കുട്ടികൾ ഇങ്ങ് വരണ്ട, ഈ കുട്ടികൾ അങ്ങ് പോകണ്ട. എവിടത്തേക്കായി പോകുന്നത്? നമ്മൾ എവിടത്തേക്കായി കൊണ്ടുപോകുന്നതിനൊക്കെ നിങ്ങൾ നോക്കി പ്രിയപ്പെട്ടവരെ. നമ്മുടെ സഹോദരങ്ങൾ ആസാമിന്റെ തെരുവോരങ്ങളിലോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കിടപ്പാടമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഗസയുടെ തെരുവോരങ്ങളിൽ പിഞ്ചു കുഞ്ഞിനെ ഏണ്ടി 4 വയസ്സുകാരൻ റോഡിലേക്ക് ഓടിയിട്ട് ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ വീടില്ലാതെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പാലി നടക്കുന്ന അതിദാരുണമായ ദുരന്ത ഭൂമിയിൽ നമ്മുടെ വീടിന്റെ മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട് അയൽപക്ക ബന്ധത്തിൽ പോലും വിള്ളലുകളും വീഴ്ചകളും ഉണ്ടാക്കി ലോകം പറയാൻ പോലും വിസമ്മതിക്കുന്ന വൃത്തികെട്ട രൂപത്തിലുള്ള മാനസികാവസ്ഥയുമായി അള്ളാഹുവിന്റെ മുന്നിൽ മുസ്ലിമീൻ എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്ക് എന്ന് പ്രതിഫലം. ജീവിതത്തെ നന്നാക്കണം. നമ്മൾ നല്ല മനുഷ്യരാണെന്ന് നമ്മളെ സംബന്ധിച്ച് പറയണം. നല്ല വർത്തമാനം അവരെ സംബന്ധിച്ച് പറയണം. നാവ് നന്നാവണം, അതിന് മനസ്സ് നന്നാവണം. ഒരു മനുഷ്യന്റെ ഈമാനും നന്നാവില്ല അവന്റെ മനസ്സ് നന്നാവാത്ത കാലത്തോളം. ഒരു മനുഷ്യന്റെ കഴിവ് നന്നാവുകയില്ല, ഒരു മനുഷ്യന്റെ ഹൃദയവും നന്നാവുകയില്ല, അവന്റെ നാവ് നന്നാവുന്നിടത്തോളം.
നന്നാവാത്തോളം. നാവ് നന്നാകുന്നതുവരെ മനസ്സ് നന്നാവില്ല, മനസ്സ് നന്നാകുന്നതുവരെ ഈമാൻ നന്നാവില്ല. പിന്നെ അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളൊരാളും സ്വർഗത്തിൽ കടക്കുകയില്ല. അവന്റെ അയൽക്കാരന്റെ എന്ന് അവനെ സംബന്ധിച്ച് നിർഭയനാകുന്നുവോ, സുരക്ഷിതനാകുന്നുവോ, അവന്റെ നാവ് കൊണ്ട്, അവന്റെ കൈ കൊണ്ട്, അവന്റെ മനസ്സുകൊണ്ട്, അവന്റെ കണ്ണുകൊണ്ട്, അവന്റെ കാതുകൊണ്ട്, അവന്റെ കാലുകൊണ്ട്, അവന്റെ സമീപനം കൊണ്ട്, അവന്റെ പെരുമാറ്റം കൊണ്ട്, അവന്റെ വർത്തമാനം കൊണ്ട് എന്ന് നിങ്ങളുടെ അയൽക്കാർ നിർഭയനാകുന്നുവോ, സുരക്ഷിതനാകുന്നുവോ, അതുവരെ ഒരാളും കടക്കുകയില്ല. ഒരാളും സ്വർഗത്തിൽ കിടക്കില്ല. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എന്റെ അയൽക്കാരൻ എപ്പോൾ നല്ലത് പറയുമോ അപ്പോഴാണ് ഞാൻ നല്ല മനുഷ്യൻ. എന്റെ അയൽക്കാരൻ എന്നെ സംബന്ധിച്ച് ഒരു ഉപദ്രവം കേൾക്കാതെ എനിക്കൊക്കെ മരിക്കാൻ കഴിഞ്ഞാൽ അവനാണ് സ്വർഗം. നാട്ടുകാരെ മുഴുവൻ ഉപദ്രവിച്ചിട്ട് നമസ്കാരത്തിന്റെ തഴമ്പുമായി എത്തിയാൽ അല്ലാഹു ആലയിച്ചെന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം നാം ബന്ധങ്ങൾക്ക് വലിയ പവിത്രതയാ പരിശുദ്ധ ഇസ്ലാം നൽകിയത്. ഒരു പെണ്ണിന്റെ കഥ പറഞ്ഞിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ അവള് നിസ്കരിക്കും, ഭയങ്കര രാത്രി നമസ്കാരക്കാരിയാ, സുന്നത്ത് നമസ്കാരമുണ്ട്, സുന്നത്ത് നോമ്പുണ്ട്, അതുപോലെ തന്നെ എല്ലാം നിർവഹിക്കും, ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കും. എത്രത്തോളം എത്ര വരെ? പക്ഷേ ഒരു കാര്യം കുഴപ്പമുണ്ട്, ഒരു കാര്യമുണ്ടോ എല്ലാവരും കുഴപ്പമെന്നറിയോ? പെണ്ണുങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചോളി. അവളെ നാവ് കൊണ്ട് അയൽക്കാരെ ഉപദ്രവിക്കുന്നവളാ അവള്. എന്താ റസൂലിയോടെ സ്ഥിതി? നമ്മൾ ഒരുപാട് കേട്ടതല്ലേ? ഇതിങ്ങനെ കേട്ട് അങ്ങനെ തള്ളേണ്ടതല്ല, ഇത് കേട്ട് നടക്കേണ്ടവരാ നമ്മൾ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കാത്തുരക്ഷിക്കുമാറാവട്ടെ, അവർ നരകത്തിലാണ് അല്ലേ? മറ്റൊരു പെണ്ണിനെ സംബന്ധിച്ച് ഒരുപാട് നമ്മൾ കേട്ടതായ അത്രയൊന്നുമില്ല. വർദ്ധിക്കും, ചെറിയ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കും, അന്ന് നോമ്പെടുക്കും, നോക്കും, അത്രയൊക്കെ ഉള്ളൂ. വലിയ നോമ്പുകാരിയൊന്നല്ല, വലിയ ധർമ്മിഷ്ഠയല്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവളെ സംബന്ധിച്ച് അവളുടെ അയൽക്കാർ നല്ല വർത്താനം പറയും. കാരണം അവളുടെ നാവ് കൊണ്ട് ഇന്ന് വരെ അവരുടെ അയൽക്കാർക്ക് ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല, ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ആ പെണ്ണിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? ഞാൻ ആവർത്തിച്ചത് പറയില്ല, അവിടെ സ്വർഗത്തിലാ. ആരാ സ്വർഗത്തില്? പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കുക. നിസ്കാരക്കുപ്പായിട്ട് തസ്ബീഹുമാലയും പിടിച്ച് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നത്തെ വീട്ടിൽ, അമ്മടുത്ത വീട്ടിൽ പോയി പറയുന്ന വർത്തമാനത്തിന്റെ ഭാഗമായി വരുന്ന സംസാരങ്ങളില് അയൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? അവരെ സംബന്ധിച്ച് എന്തെങ്കിലും പരദൂഷണം പറഞ്ഞു പോകുന്നുണ്ടോ? അവരെ കുഴപ്പമെടുത്ത് പറയുന്നുണ്ടോ? അവരെ വീട്ടിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ടോ? ഒരു അയൽക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുക, നിസ്കാരക്കുപ്പായമായി ഇറങ്ങിപ്പെട്ട പെണ്ണ് ഒരു നരകത്തിലാണ് എന്ന്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ വന്നു പോകുന്ന വലിയൊരു വീഴ്ചയാണ്. ചേർത്ത് നിർത്തണം നമ്മുടെ അയൽക്കാരെ. നമ്മുടെ ഒരു ശ്വാസം കൊണ്ട് പോലും അവർക്ക് ഇടപെടാനാകരുത്, ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു വീഴ്ചയോ അകൽച്ചയോ ഒരു ഗ്യാപ്പ് വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തിയേക്കണേ പ്രിയപ്പെട്ടവരെ. വിശ്വാസി സമൂഹമേ, സ്വർഗം പ്രതീക്ഷിച്ച അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരെ, അബൂദർ പറയുകയാണ്,
വീട്ടിലൊരു വിശിഷ്ട വിഭവം ഉണ്ടാക്കിയ, അല്ലേ, ഒരു കറി ഉണ്ടാക്കിയ അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലപ്പോ കുറച്ച് നല്ല കറി ഉണ്ടാവും. അത് നമുക്കൊരു വീട്ടിൽ പരിമിതമായി നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യക്കും കുട്ടികൾക്കും പിന്നെ വരുന്ന ഗസ്റ്റുകൾ ഉണ്ടാവും, അല്ലേ. അന്ന് അള്ളാഹ് റസൂൽ പറയുന്നത് എന്താ അറിയോ? അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടെങ്കിലും നിന്റെ അയൽക്കാർക്ക് എത്തിക്കണം എന്നാ. ആ ബന്ധം നിർത്തണമെന്നാ. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊക്കെ കൊടുക്കണം. ടേസ്റ്റിനൊക്കെ കുറഞ്ഞാലും ശരി, പ്രിയപ്പെട്ടവരെ, ആ ബന്ധത്തെ നിങ്ങൾ ചേർത്ത് നിർത്തണം, കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, അയൽപക്ക ബന്ധം കാത്തു സൂക്ഷിക്കുക, പരലോക ജീവിതം വിജയിക്കുവാൻ, സ്വർഗപ്രവേശം ഉറപ്പാക്കുവാൻ ബന്ധങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക. അതിൽ അയൽപക്ക ബന്ധത്തെ പ്രത്യേകമായി പരിഗണിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ.